മലയാള സിനിമയിൽ ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരുപാട് പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ സിനിമകളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള രണ്ട് പ്രൊഡക്ഷൻ കമ്പനീസ് ഉണ്ട്. രണ്ടും ഒരേ ഫാമിലി തന്നെയാണ്. ഞാൻ പറയാൻ പോകുന്നത് മമ്മൂട്ടി കമ്പനിയും വേഫെയർ ഫിലിംസിനെയും പറ്റിയാണ്. മമ്മൂട്ടി ഇതിനു മുമ്പ് പല സിനിമകളും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്ലേ ഹൗസ് എന്ന് പറഞ്ഞ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോ ജോസഫിനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മമ്മൂട്ടിയുടെ തന്നെ പേരിൽ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഫോം ചെയ്ത് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞായിരുന്നു. അതിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് നൻപകൽ നേരത്ത് മയക്കുമെന്ന് പറഞ്ഞൊരു ക്ലാസിക് സിനിമയാണ് നമ്മൾ കണ്ടത്. പിന്നീട് അങ്ങോട്ട് പല ജേണലുള്ള സിനിമകളെ ഈ ഒരു പ്രൊഡക്ഷൻ ഹൗസ് പ്രൊഡ്യൂസ് ചെയ്തു. അത് ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കൊമേഴ്ഷ്യൽ വാല്യൂ നിലനിർത്തിക്കൊണ്ട് ക്ലാസി ആയിട്ടുള്ള സിനിമകളും ഡിഫറെൻ്റ് ജേണൽ ആയിട്ടുള്ള സിനിമകളും അപ്രോച്ച് ചെയ്ത് ആ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഓഡിയൻസിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും വലിയൊരു ഫാക്ടറാണ്. അങ്ങനെ എല്ലാ പ്രൊഡക്ഷൻ കമ്പനിക്കും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാവരുടെയും അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ ആ ഒരു പൈസ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് അത് കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സിനിമയാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസി ആയിട്ടുള്ള സിനിമകളിൽ ഇങ്ങനെ സംഭവിക്കുകയുള്ളൂ എന്നുള്ള വ്യക്തമായ ധാരണ മുൻനിർത്തിക്കൊണ്ടാണ് മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ സിനിമ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നൻപകൽ നേരത്ത് മയക്കും എന്ന് പറഞ്ഞ സിനിമ നമ്മൾ കണ്ടാണ്. അതൊരു ജേണറാണ്. കാതൽ നമ്മൾ കണ്ടാണ്. അത് വേറെ ഡിഫറെൻറ്റ് ജേണറാണ്. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ കാണുന്നത് പറഞ്ഞാൽ കണ്ണൂർ സ്ക്വാഡ് എന്ന് പറഞ്ഞ റിയൽ ലൈഫ് ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തുള്ള കഥ കാണുന്നുണ്ട്. പിന്നീട് ഉപരിയായിട്ട് റൊഷാക്ക് എന്ന് പറഞ്ഞ രീതിയിൽ ഹോളിവുഡ് രീതിയിൽ ഡിഫറെൻറ്റ് അപ്രോച്ച് ചെയ്ത ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നത്. അവർ തന്നെ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള ടർബോ എന്ന് പറഞ്ഞ സിനിമയും ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കളങ്കാവിൽ എന്ന് പറഞ്ഞ സിനിമയാണ്. അതും ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. അതായത് മമ്മൂട്ടി ഒരു പ്രതിനായക വേഷം കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ജേണറിനെ മലയാള സിനിമയ്ക്ക് മുന്നിൽ അവതരിപ്പിക്കുക. അതായത് പ്രോഫിറ്റ് ലക്ഷ്യമാക്കാത്ത രീതിയിൽ ഓഡിയൻസിന് എന്താണോ വേണ്ടത് അത് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക. ഒരേ ജേണർ തന്നെ പ്രസൻറ്റ് ചെയ്താൽ അത് വിരസത ഇളവാക്കുന്ന രീതിയിലാണ്. പക്ഷേ അവിടെ മമ്മൂട്ടി കമ്പനി വ്യത്യസ്തമാകുന്നു. ഈവൻ പല പ്രൊഡക്ഷൻ കമ്പനിയും പല രീതിയിൽ ചെയ്ത് പല സിനിമകളും ഫ്ലോപ്പ് ആകുന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു കൺസിസ്റ്റൻസിയാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ കോർ എന്ന് പറയുന്നത് മമ്മൂട്ടി തന്നെയാണ്. മമ്മൂട്ടി തന്നെ ഒരു സ്ക്രിപ്റ്റിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി തന്നെ നമ്മൾ കാണുന്നതാണ്. അദ്ദേഹം തന്നെ പല ഇൻ്റർവ്യൂവിലും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻ തന്നെ ഒരു സിനിമയെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ അപ്രോച്ച് ചെയ്യുന്ന രീതിയും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായ ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എനിക്കിന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു പാൻ ഇന്ത്യൻ രീതിയിൽ ചർച്ച ചെയ്യുന്നതാണ് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഈ പ്രൊഡക്ഷൻ കമ്പനിയെ പറ്റി. എങ്ങനെയാണ് ഇതുവരെ സിനിമകളെ അപ്രോച്ച് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളത്. അതെന്തായാലും ഏറ്റവും മനോഹരമായ ഒരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ പ്രൊഡക്ഷൻ കമ്പനി എന്ന് പറയുന്നത് ദുൽഖറിൻ്റെ വേഫെയർ ഫിലിംസ് തന്നെയാണ്. ഈ വേഫെയർ ഫിലിംസ് ദുൽഖർ എന്ന് പറഞ്ഞാൽ അത് ദുൽഖറിൻ്റെ സിനിമകൾ മാത്രമല്ല, മറ്റു പല സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പം അടി എന്ന് പറഞ്ഞ ഷൈൻ ടോമിൻ്റെ സിനിമ ചെയ്തിട്ടുണ്ട്. ഉപചാരപൂർവ്വം ഗുണ്ടാജയൻ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്യാരി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ദുൽഖറിന് തന്നെ കുറുപ്പ് എന്ന് പറഞ്ഞ സിനിമ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടാണ് ദുൽഖർ വേഫെയർ ഫിലിംസ് സ്റ്റാർട്ട് ചെയ്തത്. അതും അത്രയും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമ ദുൽഖർ തന്നെ എൻറോൾ ചെയ്ത് കൊണ്ടുവരികയാണ്. പിന്നീട് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പല സിനിമകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയും വ്യത്യസ്തമായിട്ടുണ്ട്. ഇപ്പം ദുൽഖർ ഒരു കിങ് ഓഫ് കോത്തൊക്കെ പറഞ്ഞ പോലെ ഒരു വലിയൊരു ഹൈ ബഡ്ജറ്റ് സിനിമ ചെയ്തതിനൊപ്പം തന്നെ പ്യാരി പോലുള്ള ചെറിയ മനോഹരമായ സിനിമകളും ചെയ്തിട്ടുണ്ട്. അതുപോലെ പുഴു പോലെ ഗംഭീര പെർഫോമൻസ്, പീക്ക് പെർഫോമൻസ് നൽകുന്ന സിനിമകളും ചെയ്തിട്ടുണ്ട്. സല്യൂട്ട് പോലെ ത്രില്ലർ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ദുൽഖറിൻ്റെ ഈ വേഫെയർ ഫിലിംസ് എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി തമിഴിലോട്ടും തെലുങ്കിലോട്ടും അവരുടെ പ്രൊഡക്ഷൻ കൊണ്ടുപോവുകയാണ്. ദുൽഖറിൻ്റെ വരാൻ പോകുന്ന സിനിമയാണ് കാന്ത എന്ന് പറയുന്നത്. അതിൻ്റെ പ്രൊഡക്ഷൻ വൺ ഓഫ് ദി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന വേഫെയർ ഫിലിംസ് തന്നെയാണ്. അപ്പം നല്ല സിനിമകളെ അപ്രോച്ച് ചെയ്ത് അതിനെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ദുൽഖറും ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറഞ്ഞ സിനിമ ദുൽഖറിനെ കൊണ്ട് മാത്രമേ പുള്ളവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ആർക്കും അങ്ങനെ പുള്ളവർ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആ ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുക, അതിലുപരിയായിട്ട് ഈ ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര സ്റ്റാർ വാല്യൂ ഉള്ള അഭിനേതാക്കളൊന്നും അല്ല കാണുന്നത്. സ്റ്റാർ വാല്യൂ ഉള്ള അഭിനേതാക്കളുണ്ട്, എന്നാലും അവരെ ഷോൾഡറിൽ കൊണ്ടുപോകുന്നത് അത്ര സ്റ്റാർ വാല്യൂ ഉള്ള കഥാപാത്രങ്ങളല്ല. നമ്മളത് കണ്ടതാണ്. അപ്പോൾ അവരെ വെച്ച് ഒരു 30 കോടി ബഡ്ജറ്റിൽ ഇത്ര ഗംഭീരമായിട്ട് ഒരു സിനിമ ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങും അതിൻ്റെ ആ റിസ്ക്കും ഏറ്റെടുത്ത് ദുൽഖർ ആ ഒരു സിനിമയെ പുൾ ഓവർ ചെയ്താണ് ഈ ഒരു ലോക ചാപ്റ്റർ 1 ചന്ദ്ര നടക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്. ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിലും ഇതിലും മികച്ച രീതിയിൽ ദുൽഖർ ഒരുപക്ഷെ സിനിമയെ കൊണ്ടുവരിക. അതുപോലെ ദുൽഖറിന് ഇനി വരാൻ പോകുന്ന ഹൈ ബഡ്ജറ്റ് സിനിമയാണ് ഐ ആം ഗെയിം എന്ന് പറഞ്ഞ സിനിമ. ഇതിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ ഒരു കൂടുതൽ ബഡ്ജറ്റുള്ള സിനിമകളായിരിക്കും. അപ്പോൾ ഈ ഒരു വേഫെയർ ഫിലിംസ് എന്ന് പറഞ്ഞ സിനിമയും ഈ പറഞ്ഞ ഡിഫറെൻറ്റ് അപ്രോച്ചാണ്. പല ജേണലുള്ള സിനിമകളെ കൊണ്ടുപോകുന്നുണ്ട്. ഓഡിയൻസിൻ്റെ പൾസ് അറിഞ്ഞാണ് ഓരോ സിനിമയും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രൊഡക്ഷൻ കമ്പനീസ്, അതായത് മമ്മൂട്ടി കമ്പനി ആയാലും വേഫെയർ ഫിലിംസ് ആയാലും മറ്റ് പ്രൊഡക്ഷൻ കമ്പനിക്ക് മാതൃകയാണ്. ഇങ്ങനെയൊക്കെ സിനിമ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് സിനിമ പ്രസൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള വളരെ ഒരു മാതൃകയാണ്. അൾട്ടിമേറ്റ്ലി പ്രോഫിറ്റാണ് എല്ലാവരും ലക്ഷ്യമെന്ന് പറഞ്ഞാലും നല്ല സിനിമകളെ പ്രസൻറ്റ് ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അവർ തന്നെ. അപ്പോൾ അതും പല ഡിഫറെൻറ്റ് അപ്രോച്ചുകൾ ചെയ്താണ് മുന്നോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഓരോ സ്ക്രിപ്റ്റ് എടുത്ത് നോക്കുന്ന ചൂസ് ചെയ്യുന്ന രീതി എല്ലാം തന്നെ മനോഹരമാണ്. ഈ രണ്ട് പ്രൊഡക്ഷൻ കമ്പനീസിനെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല്.